ലിസി വർഗീസ്, ആമ്പക്കാട്. സ്നേഹസംഗമം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന എൻ്റെ വിദ്യാലയ ഓർമ്മകൾ എന്ന മത്സരത്തിൽ എനിക്ക് പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ആദ്യമായി സർവശക്തനോട് നന്ദി പറയുന്നു. അതുപോലെ സ്നേഹസംഗമം കമ്മിറ്റിയോടും. സ്കൂൾ ജീവിതം, അത് ആരുടെ മനസ്സിലാണ് തങ്ങി നിൽക്കാത്തത്? ജീവിതം പല വഴികളിലേക്കും മാറി മറിഞ്ഞാലും അന്നത്തെ ആ നിഷ്കളങ്കമായ നമ്മളെ മിസ് ചെയ്യാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. കോരിച്ചൊരിയുന്ന മഴയത്ത് തൊട്ടാവാടികളെയും തലോടി പാടവരമ്പിലൂടെ പുസ്തകസഞ്ചിയും ചോറ്റുപാത്രവും കുടയുമൊക്കെ ഏന്തി അപ്പൻ്റെ കൈപ്പിടിച്ച് സ്കൂളിൽ പോയത് ഇന്നലെ എന്ന പോലെ ഓർമ്മയിൽ തെളിയുന്നു. അന്ന് ഇന്നത്തെ പോലെ പ്രവേശനോത്സവം ഒന്നുമില്ല. മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യാനും ആരുമില്ല. ഇന്നത്തെ പോലെ ചിരിച്ച മുഖങ്ങളും കുറവായിരുന്നു. അച്ഛനെയും അമ്മയെയും മാറി നിൽക്കുന്നതിനാൽ കണ്ണുകളൊക്കെ കലങ്ങി വിതുമ്പി നിൽക്കുന്ന കുറേ മുഖങ്ങൾ. പക്ഷേ കലപില ഒട്ടും കുറവില്ല. പതിയെ എല്ലാവരും കൂട്ടുകൂടാനും കളിക്കാനും തുടങ്ങും. അന്ന് ഇന്നത്തെ പോലെ വലിയ അസംബ്ലി ഇല്ലെങ്കിലും ജനഗണമന പാടി ചെറിയ അസംബ്ലി കൂടാറുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ മദാമപ്പൊടി വെച്ച് ഒരു ഉപ്പുമാവ് കിട്ടുമായിരുന്നു. ആ പൊടിക്ക് അമേരിക്കൻ പൊടി എന്നും പറഞ്ഞിരുന്നു. നമ്മുടെ ചോളപ്പൊടിയെ ആണ് ഈ പേരുകൾ പറഞ്ഞ് വിളിച്ചിരുന്നത് എന്ന് ഈ അടുത്ത കാലത്താണ് തിരിച്ചറിഞ്ഞത്. അപ്പൻ അതേ സ്കൂളിലെ മാഷായതുകൊണ്ട് തന്നെ ഉപ്പുമാവ് എനിക്ക് വാങ്ങിക്കാൻ പാടില്ലായിരുന്നു. പാവപ്പെട്ട വിദ്യാർത്ഥിക്ക് കിട്ടിയിരുന്ന ആനുകൂല്യം മാസശമ്പളക്കാരനായ മാഷിൻ്റെ മകൾ പറ്റരുതെന്ന് നിർബന്ധം അപ്പനും ഉണ്ടായിരുന്നു. വീട്ടിൽ നിവർത്തിക്കേട് ഉണ്ടെങ്കിലും പുറമേ അതൊന്നും കാണിക്കുമായിരുന്നില്ല. എനിക്കാണെങ്കിൽ അത് കഴിക്കാൻ വളരെ ആഗ്രഹവും കൊതിയുമായിരുന്നു. കിട്ടാത്ത സാധനത്തിന് രുചിയും കൂടുമല്ലോ. അന്ന് എൻ്റെ കൂട്ടുകാർ പൊടിയില അല്ലെങ്കിൽ വട്ടയിലയിൽ വാങ്ങുന്നതിൽ നിന്ന് ഒരു പങ്ക് എനിക്ക് തരുമായിരുന്നു. അന്നത്തെ ആ രുചി എൻ്റെ നാവിൽ നിന്ന് ഇതുവരെയും പോയിട്ടില്ല. മാഷിൻ്റെ കുട്ടി എന്ന ആ ലേബൽ പലപ്പോഴും അനുകൂലമായും പ്രതികൂലമായും എന്നെ ബാധിച്ചിരുന്നു. എന്ത് ചെയ്താലും അപ്പൻ്റെ ചെവിയിലെത്തുമെന്ന് പേടിയുണ്ടായിരുന്നു. എന്നാലും അപ്പൻ അറിയാതെ അന്ന് ഉച്ചസമയത്ത് സ്കൂളിൽ അടുത്തുള്ള കൂട്ടുകാരിയുടെ വീട്ടിൽ പോയത് ഇപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ല എന്നോർക്കുമ്പോൾ എന്നിലെ കുട്ടി ഇന്ന് ചിരിക്കുന്നു. ഓരോ ദിവസവും ടീച്ചർ ക്ലാസ്സിൽ ബാക്കി വെച്ച് പോകുന്ന ചോക്ക് കഷ്ണങ്ങൾ കിട്ടാൻ എല്ലാവരും നെട്ടോട്ടമായിരുന്നു. അന്നത്തെ സമ്പാദ്യങ്ങളിൽ പ്രധാനപ്പെട്ട താരങ്ങളായിരുന്നു ഈ കുഞ്ഞു ചോക്കും മഞ്ചാടിക്കുരുവും മയിൽപ്പീലിയും തീപ്പെട്ടിപ്പെട്ടികളും കുന്നിക്കുരുകളും. എത്ര മയിൽപ്പീലികളെയാണ് ആകാശം കാണിക്കാതെ പുസ്തകത്തിൽ ഒളിപ്പിച്ചു വെച്ച് ഞാൻ പ്രസവിപ്പിച്ചത് എന്ന് അറിയാമോ? ഇത് ആലോചിക്കുമ്പോൾ ഇപ്പോൾ ചിരിയാണ് വരുന്നത്. ഈ മണ്ടത്തരം ഒക്കെ അന്ന് വിശ്വസിച്ചുവല്ലോ. ആൺ പെൺ വ്യത്യാസമില്ലാതെ എന്തൊക്കെ കളികളാണ് അന്ന് കളിച്ചിരുന്നത്. ആകാശം ഭൂമിയും, കല്ലുകളി, ഗോലിക്കളി, കള്ളനും പോലീസും, അണ്ടിക്കുഴിക്കളി, അങ്ങനെ നീണ്ടു പോകുന്നു. ഓർക്കുമ്പോൾ അന്ന് കയ്യും കാലും ഒക്കെ എത്രയോ പൊട്ടി ചോര ഒലിച്ചിരിക്കുന്നു. പക്ഷേ ആർക്കും പരാതി ഇല്ലായിരുന്നു. മഴക്കാലം ആകുമ്പോൾ വേലിയിന്മേൽ ഒരു കണ്ണുനീർ ചെടി ഉണ്ടാകും. അത് കൺപീലിയിൽ വെക്കുമ്പോൾ ഉള്ള ഒരു സുഖം. അതുപോലെ പൂമരത്തിൻ്റെ ഇതളുകൾ നഖങ്ങളായി വെച്ച് ഭൂതം കളിച്ചതും, അപ്പൂപ്പൻ താടി ഊതിക്കളിച്ചതും, മൈലാഞ്ചിയില കൊണ്ട് മൈലാഞ്ചി ഡിസൈൻ ഇട്ടതും, കള്ളിച്ചെടി കൊണ്ട് സ്ലേറ്റ് മാച്ചതും, അത് കിട്ടാൻ മുഴുവൻ പെൻസിൽ പൊട്ടിച്ച് കൊടുത്തതും എല്ലാം ഇന്നലെ എന്ന പോലെ ഓർക്കുന്നു. ഇത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ അധ്യാപകരെക്കുറിച്ച് പറയാം. എല്ലാവരും വളരെ സ്നേഹത്തോടെ ഒരു അമ്മയെപ്പോലെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. ഒക്കെ ഓർക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. ഇനി വരുമോ അങ്ങനെ ഒരു വസന്തകാലം?
വാവിൻ ചൂട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നു എൻ ബാല്യം. ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമ്മയാണെൻ്റെ ബാല്യം.